ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് കുറച്ച് ദോശ ഉണ്ടാക്കാം. പക്ഷെ ചപ്പാത്തി കുഴച്ച് ശരിയാക്കാൻ അറിയില്ല. എനിക്ക് ദോശമാവ് ഉണ്ടാക്കാൻ ശരിക്കും അറിയാം കേട്ടോ. അതൊക്കെ ഞാൻ പഠിച്ചായിരുന്നു. എന്നാൽ നമ്മൾ റെഡിമെയ്ഡ് ദോശമാവാണ് മേടിച്ചത്. വെരി ഈസി ആയതുകൊണ്ടേ അങ്ങനെ നമ്മൾ ദോശ ഉണ്ടാക്കി കഴിയാറായി. കുറച്ച് ദോശ ഉണ്ടാക്കിയുള്ളൂ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചെമ്മീൻ്റെ ഒരു കറി ഇല്ലായിരുന്നു, അതും കൂടി ഒന്ന് കുറച്ച് ചൂടാക്കി ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കാം. ഇത് നമ്മുടെ ദോശമാവിൻ്റെ ഒപ്പം കിട്ടിയ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. നമുക്ക് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും വെച്ച് യൂസ് ചെയ്യാം. ഞാൻ വെറുതെ ഒന്നും ഇടാറില്ല. പിന്നെ നമ്മുടെ കട്ടൻ ചായ ഇട്ട് ഇലക്കൊക്കെ ഇട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചില്ല എങ്കിൽ ഉണ്ടാക്കി വെച്ചില്ല എന്നുള്ള പരാതിയാണ്. ഉണ്ടാക്കി വെച്ചാൽ തിന്നാൻ ആരും ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അമ്മയുടെ ഒരു മൊന്തയാണ് ഈ ഒരു കുഞ്ഞു മൊന്ത. ഈ മൊന്തയാണ് അമ്മ എപ്പോഴും ചായ കളിപ്പിക്ക് ഉപയോഗിക്കുന്നത്. കാരണം വേറെ ആരും അങ്ങനെ ചായ കുടിക്കാറില്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ദോശയൊക്കെ സെറ്റ് ചെയ്തെടുത്തു. നമ്മുടെ കറി എടുത്ത് അതിലേക്ക് ഒഴിച്ചു. പിന്നെ ചമ്മന്തിപ്പൊടി, അങ്ങനെ ചമ്മന്തിപ്പൊടിയും കുറച്ച് കുടഞ്ഞിട്ട് ഞാൻ ഇതുപോലെയാണ് കഴിക്കാറ്. പിന്നെ വല്ലപ്പോഴും മാത്രമാണ് ഇങ്ങനെ കഴിക്കാറുള്ളത്. ഇത് കണ്ടോ, ഇപ്പം ഈ മുട്ട ശരിയായിട്ട് വന്നിട്ടുണ്ട്. ചില സമയത്ത് അങ്ങനെയാണ്. ചില സമയത്ത് ഇങ്ങനെ ദോശമാവൊക്കെ കലക്കി വെച്ച് രാത്രി എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് കിടക്കും. രാവിലെ തന്നെ എണീക്കണം, ചായ വെക്കണം, എല്ലാം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് കിടക്കും. പക്ഷെ അങ്ങനെ എണീക്കാൻ പറ്റില്ല, എന്താണെന്നറിയില്ല. ഈ ഒരു അവസ്ഥയെ മടിയെന്ന് വിളിക്കാമോ ആവോ, ആർക്കറിയാം. ദോശയൊക്കെ കഴിച്ചു. പനിയും ജലദോഷവും മാറിയിട്ടില്ല. ഇന്നൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ പുറത്ത് പോകാൻ വേണ്ടി വിളിച്ചതാണ്. കണ്ടോ, പാൻറ് തിരിച്ചിട്ടേക്കാണ്. എങ്ങോട്ടെങ്കിലും വിളിച്ചാൽ ഞാൻ മടിയാണ് വരാൻ. അതുകൊണ്ട് പെട്ടെന്ന് എടുത്തിട്ടതാണ് കാണുന്നത്. ഇന്ന് പോസ്റ്റ് ആവുന്ന നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഈ ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നാണ് ഇത് വായിച്ചു തുടങ്ങുന്നത്. ഇത്രയും ദിവസം ഇങ്ങനെ കൊണ്ടു നടന്നെങ്കിലും വായന തുടങ്ങിയത് ഇന്നാണ്. പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അടുത്തുനിന്ന് വണ്ടി എടുക്കാൻ പോയപ്പോൾ ഒരു മാന്യദ്ദേഹം കൊണ്ടുവച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. എന്താല്ലേ. ഇനി കുറച്ച് പച്ചക്കറിയും കുറച്ച് സാധനങ്ങളും മേടിക്കാമെന്ന് വെച്ചു. ദേ എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു. പക്ഷെ ഞാൻ മേടിച്ചില്ല. ഞാൻ മേടിച്ചത് ആ ഒരു ക്യാബേജാണ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ലോങ്ങൻ ഫ്രൂട്ട് മേടിക്കുന്ന കടയാണ്. പിന്നെ 1-2 കുക്കുംബറൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞപ്പോൾ അതേ നമ്മുടെ ലോങ്ങൻ ഇരിക്കുന്നു. ലോങ്ങൻ എന്തായാലും വാങ്ങും. പിന്നെ ഒരു ക്യാഷ് ഉണ്ടായിരുന്നതും കൂടി മേടിച്ചു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ പെട്ടിയിലിട്ട് വെച്ചേക്കണു നമ്മുടെ ബ്ലൂബെറി. പൈസ ചോദിച്ചു, തൽപര കക്ഷിയല്ല, അവിടെ തന്നെ വെച്ചു. ബെറീസൊക്കെ കുറച്ചുകൂടി ഇരിക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും മേടിച്ചില്ല. പിന്നെ നേരെ എൻ്റെ കണ്ണ് പോയത് ഈ മാമ്പഴത്തിലേക്കാണ്. നല്ല മണം ഉണ്ടായിരുന്നു. പക്ഷെ നാടൻ മാങ്ങയല്ല, ഒരു പശമണമൊക്കെ ഉള്ള ഒരു മാങ്ങയില്ല, അങ്ങനത്തെ ഒരു മാങ്ങ. പഴുത്തായിട്ട് ഞാൻ ചാടി എടുത്തു. കുറച്ചേ മേടിച്ചോളൂ, വാടി അങ്ങനെ പോയിട്ടുള്ളതാണോ എന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ അപ്പം തന്നെ മേടിച്ച് അവിടെ നിന്ന് തന്നെ നമ്മുടെ കുപ്പിയിലുണ്ടായിരുന്ന വെള്ളം എടുത്ത് കഴുകി ഒന്ന് തിന്നു നോക്കി. തിന്നിപ്പിണ്ടോ, അത്യാവശ്യം നല്ല മധുരമുണ്ട്. വാടി പഴുത്താണെങ്കിലും അല്ലെങ്കിലും എനിക്കിഷ്ടമായി. തിന്നു കഴിഞ്ഞപ്പോൾ അവിടെ ചേട്ടൻ പറഞ്ഞു അവിടുത്തെ ബക്കറ്റിൽ വെള്ളം ഇരിക്കണ്ട. അങ്ങനെ ആ വെള്ളത്തിൽ കൈയൊക്കെ കഴുകി നേരെ വണ്ടി കയറി പോന്നു. എന്നെപ്പോലെ തന്നെ ഇപ്പോഴും ഈ ലോങ്ങൻ ഫുഡിന് ഷായി ചേട്ടനും അഡിക്റ്റാണ്. ഞാൻ അങ്ങനെയാക്കി എടുത്തു. എന്താ അല്ലേ. ഇതാണെങ്കിൽ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിൻ്റെ സീസൺ പിന്നെ വന്നു തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് നമുക്ക് പിന്നെ ഇവിടെ കിട്ടി തുടങ്ങിയത്. ഇതിന് മുമ്പ് 2 തവണ നോക്കിയപ്പോഴും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ അത് പൊട്ടിക്കുക, പിന്നെ അതിനകത്ത് ഫ്ലഷ് എടുക്കുക, പിന്നെ ഇദ്ദേഹത്തിന് അങ്ങോട്ട് കൊടുത്തു. പിന്നെ എനിക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ, ഞാനും കഴിച്ചു. ഇതാണ് ഇതിൻ്റെ കുരു. ഇതിന് വേറെ എന്താണ്ടിന് കണ്ണൊന്നും കൂടി പേരുണ്ടെന്ന് ഈ അടുത്തിടെയായിട്ട് ഞാൻ കേട്ടു. ഇതാണ് നമ്മുടെ ആലുവയിലെ ഫേമസ് ആയ അൽസാജ് റെസ്റ്റോറൻറ്റ്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് പാലത്തിന് മുമ്പ് വന്ന് നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ് ഇല്ല, റെസ്റ്റോറൻറ്റ്. ഇവിടെ വന്നപ്പോൾ കുറേ ഞണ്ടിനെയാണ് ഇങ്ങനെ കെട്ടിയിട്ടേക്കോ. പക്ഷെ വാങ്ങാൻ വന്നിട്ട് ചേട്ടൻ പറഞ്ഞാൽ തീരെ കുഞ്ഞിതാപ്പം, അതുകൊണ്ട് വാങ്ങിയിട്ട് കാര്യമില്ല എന്ന് എന്തോ പറഞ്ഞു. പിന്നെ എല്ലാത്തിനും ജീവനും ഉണ്ടായിരുന്നു. മീനിനൊക്കെ ഇപ്പോൾ സ്വർണ്ണത്തിനേക്കാളും വിലയാണ്. പിന്നെ ഈ മീനൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ കുറച്ച് ചെമ്മീനും അതിലേ മേടിച്ചു. പിന്നെ ഒരു കെട്ട് പച്ചച്ചീരയും കൂടി മേടിച്ചു. പിന്നെ നിറയും പച്ചക്കറികളും, ഈ നാടൻ കുറേ പച്ചക്കറികളും, അതുപോലെ തന്നെ ഇടിച്ചക്ക, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ നേരെ എൻ്റെ കണ്ണുളുക്കിയത് ഇതിലേക്കാണ്. ഇത് വാങ്ങിച്ചു ഒരു 20 രൂപയ്ക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോരാനുള്ള പുറപ്പാടിലാണ്. ഈ വ്യൂ കണ്ടോ, ഇതാണ് നമ്മൾ അന്ന് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കി പുറത്തേക്ക് കണ്ടില്ലേ, അതാണ് ആ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ.